അക്യൂബ് ടി വി ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമസ്കാരം. അക്യൂബ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം പരമാവധി ഉയർന്നിരിക്കുകയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് കസ്റ്റംസ് നികുതി ചുമത്താൻ തീരുമാനിച്ചു. ഇതിന് പ്രതികരിച്ച് ഡൊണാൾഡ് ട്രംപ് യുകെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് താങ്കൾക്ക് വേണ്ട എണ്ണ താങ്കൾ തന്നെ ഉറപ്പാക്കുക എന്ന് മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്കൻ കമ്പനികൾക്ക് അവരുടെ ശാഖകളും ആസ്തികളും പൂർണ്ണമായും നശിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കടുത്ത മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ് എന്ന് പറഞ്ഞ് സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇറാൻ ഉടൻ ചർച്ചകൾക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സംഘർഷത്തിന്റെ ഫലമായി മധ്യപൂർവേഷ്യയിൽ ജലക്ഷാമം ഗുരുതര ഘട്ടത്തിലെത്തി. ഇത് വലിയ മാനവീയ പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേലിൽ പാലസ്തീനികൾക്ക് മരണദണ്ഡം അനുവദിക്കുന്ന നിയമം പാസായി. 62 പേർ അനുകൂലിച്ചപ്പോൾ 48 പേർ എതിർത്തു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് പിന്തുണ നൽകി. ഇതിനെ ആഘോഷിക്കുന്ന ഒരു മന്ത്രിയുടെ വീഡിയോ വിവാദമായി. പശ്ചിമേഷ്യ സംഘർഷത്തിൽ 8 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതും ഒരാൾ കാണാതായതും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മാനവീയ സഹായത്തിനായി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന വിമാനത്തെ അമേരിക്ക ആക്രമിച്ചതായി ഇറാൻ ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ യോഗഗുരു ബാബ രാംദേവ് ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യുദ്ധക്കുറ്റവാളികൾ എന്ന് വിശേഷിപ്പിച്ച് കടുത്ത വിമർശനം ഉന്നയിച്ചു. അമേരിക്കയിൽ ടോം സുവോസി ഇന്ത്യൻ വംശജരും ഉൾപ്പെടുന്ന കോൺഗ്രഷണൽ കോക്സിന്റെ ഉപാധ്യക്ഷനായി നിയമിതനായി. ഇത് 2 രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സഞ്ചാര മേഖലയിലെ വികസന ഭാഗമായി മാലിദ്വീപ് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കൂടുതൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. ഇന്ത്യയിൽ ജനസംഖ്യാ ഗണന ഇന്ന് ആരംഭിച്ചു. ഏകദേശം 31 ലക്ഷം ജീവനക്കാരെ ഇതിനായി വിന്യസിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ എഥനോൾ കലർത്തിയ 20 പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കി. വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടെങ്കിലും ബുദ്ധിമുട്ട് ഓട്ടോമേഷനും തൊഴിൽരംഗത്തിലെ മാറ്റങ്ങളും കാരണം ഇന്ത്യയിലെ മധ്യവർഗം സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നു. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം ലിയാൻഡർ പേസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു. ഈ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യയിലെ ഉയർന്നുവരുന്ന വായു മലിനീകരണം സംബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ മുൻപാകെ സമർപ്പിച്ച ഹർജിയിൽ ശ്വാസം എടുക്കുന്നത് തന്നെ അപകടകരമാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നഗരങ്ങൾ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്ലാനിംഗ് കുറവും സേവനങ്ങളിലെ അസമത്വവും കാരണം അവ ജീവിക്കാൻ അനുയോജ്യമല്ലാത്തവയായി മാറുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. അസാം തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 3000 രൂപ സഹായം നൽകുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു രാഷ്ട്രീയ ചൂട് കൂടുന്നു. കെ അണ്ണാമലൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തെ ജംഗിൾ രാജ് എന്ന് വിമർശിച്ചു. കെ സ്റ്റാലിൻ വികാരഭരിതമായ പ്രസംഗത്തോടെ പ്രചാരണം ആരംഭിച്ചു. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ഭാരതീയ ജനതാ പാർട്ടി സഖ്യത്തെ ലക്ഷ്യം വെച്ചു. ഉദയനിധി സ്റ്റാലിൻ കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിന് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആരോപിച്ചു. തമിഴ്നാട്ടിന്റെ GST ഉയർന്നിട്ടും സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിച്ചത് പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നു. നടൻ വിജയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് 5 വകുപ്പുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കെ സ്റ്റാലിന്റെ പ്രചാരണ വാഹനത്തിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷണ സംഘം പരിശോധന നടത്തി. തമിഴ്നാട്ടിലുടനീളം ടോൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. പൂന്തമല്ലിയിൽ ഒരു വനിതാ പ്രവർത്തക് തമിഴക വൈകഴകം സ്ഥാനാർത്ഥിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് 5 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. എടപ്പാടി കെ പഴനിസ്വാമി മാച്ച് ബോക്സിന് GST 5% ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. നടി വിന്ധ്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയായി പ്രചാരണം ആരംഭിച്ചു. കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് ഹൽവ നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ സൗജന്യ ഗ്യാസ് സിലിണ്ടർ, എയിംസ്, 3000 രൂപ പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുത്തി. നരേന്ദ്രമോദി ഏപ്രിൽ 4 കേരളം സന്ദർശിച്ച് തിരുവനന്തപുരം റോഡ് ഷോയിലും തിരുവല്ലയിലെ പൊതുയോഗത്തിലും പങ്കെടുക്കും. പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധി ട്രംപ് മോദിയെ നിയന്ത്രിക്കുന്നു, മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നു എന്ന് വിമർശിച്ചു. ബിന്ദു കൃഷ്ണയും ഉമ തോമസും വനിതാ മുഖ്യമന്ത്രി ആശയത്തെ പിന്തുണച്ചു. എന്നാൽ ഷിബു ബേബി ജോൺ അത് ഉടൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. കിറ്റ്കാറ്റ് മീം ട്രെൻഡിനെ ഉപയോഗിച്ച് കേരള ടൂറിസം ഒരു ശരിയായ ഇടവേളയ്ക്ക് കേരളത്തിലേക്ക് വരൂ എന്ന പ്രചാരണം നടത്തുന്നു.
എരവികുളം നാഷണൽ പാർക്ക് ഏപ്രിൽ 1 മുതൽ സഞ്ചാരികൾക്ക് തുറന്നു നൽകും. കേരള ഹൈക്കോടതി ലോകായുക്ത നിയമ ഭേദഗതികൾ ശരിവച്ചു. യാത്രക്കാരുടെ സൗകര്യത്തിനായി സൗതേൺ റെയിൽവേ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ പ്രത്യേക ട്രെയിനുകൾ നടത്തും. ഏപ്രിൽ 2 രാത്രി 11:55 പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം എത്തും. മടങ്ങുന്ന ട്രെയിൻ ഏപ്രിൽ 5 വൈകിട്ട് 5:15 പുറപ്പെട്ടു അടുത്ത ദിവസം രാവിലെ 11:30 ചെന്നൈ എത്തും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി അക്യൂബ് ടിവിയോടൊപ്പം തുടരുക. നന്ദി.